ഹായ്, എൻ്റെ പേര് അജയ് കൃഷ്ണൻ. എൻ്റെ സ്വദേശം മലപ്പുറം മഞ്ചേരിയാണ്. 22 വയസ്സാണ്. ഞാനിപ്പോൾ മലപ്പുറം എഫ് സിയിൽ മിഡ്ഫീൽഡ് പൊസിഷനിൽ കളിക്കുന്നു. സ്കൂളിലൊരു അധ്യാപകൻ പറഞ്ഞു ഇങ്ങനെ നല്ലൊരു ക്യാമ്പുള്ള സ്ഥലങ്ങളിൽ ഇവനെ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ ഇവൻ നല്ല കളിക്കാരനാവും എന്നുള്ളൊരു സാറ് പറഞ്ഞിരുന്നു. എനിക്ക് പറ്റാത്ത ഒരിത് മോനെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് എനിക്കതിൽ വളരെ അഭിമാനമാണ്. കാൽപന്ത് കളിക്ക് പേര് കേട്ട മലപ്പുറം ജില്ലയിലാണുള്ളത്. സൂപ്പർ ലീഗ് കേരള ക്ലബ്ബായ മലപ്പുറം FC യങ് പ്ലെയർ അജയുടെ വീട്ടിലാണ് ഇന്ന് ഞാനുള്ളത്. അപ്പൊ നമുക്ക് അജയുടെ വിശേഷങ്ങൾ അറിയാം. എന്തൊക്കെയുണ്ട്? സുഖം. മലപ്പുറം FC പ്ലെയർ ആണ്. എന്ത് തോന്നുവാ മലപ്പുറത്തെ റെപ്രസെന്റ് ചെയ്യുന്നത്? വളരെ സന്തോഷമുണ്ട്. കാരണം മലപ്പുറത്തുകാരനായിട്ട് മലപ്പുറത്തിന് ജേഴ്സി ഇടാൻ പറ്റിയതിൽ. പിന്നെ കളി ഇവിടെ പയ്യനാടാണ്, ഹോം ഗ്രൗണ്ട് പയ്യനാട് വെച്ചായതുകൊണ്ട് ഞങ്ങളെ ഹോം ടൗൺ ആണ്. സോ സന്തോഷമുണ്ട്, ഭയങ്കര ത്രിൽഡ് ആണ്. യെസ്. കുഞ്ഞു നാളുതൊട്ട് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? അതെ അതെ, ചെറിയ നാളുതൊട്ട് കളിക്കാറുണ്ട്. ആരായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നത്? തീർച്ചയായിട്ടും അച്ഛൻ തന്നെ. അച്ഛൻ തന്നെയാണ്. അച്ഛൻ എന്താ ചെയ്യുന്നേ? അച്ഛന് കൂലിപ്പണിയാണ്. അച്ഛൻ എല്ലാ കാര്യത്തിനും കൂടെ വരുന്ന കട്ടയ്ക്ക് നിൽക്കുന്ന ഒരാളാണ്. അതെ അതെ. എങ്ങനെയായിരുന്നു ഫുട്ബോൾ ജേർണി സ്റ്റാർട്ട് ചെയ്തത്? ഫുട്ബോൾ ജേർണി എന്ന് പറഞ്ഞാൽ ചെറുപ്പം തൊട്ടേ കളിക്കും. ഈ നാട്ടിൻ പുറത്ത് അങ്ങനെ കളിച്ച് പോയിരുന്ന ആളായിരുന്നു. പിന്നെ 9ാം ക്ലാസ് മുതൽ MSPയിലോട്ട് പോയി. ബിനോയ് C. ജെയിംസ് ആണ് കോച്ചിൻ്റെ കീഴിൽപ്പെട്ട്. അവിടെ നിന്നാണ് ഫുട്ബോൾ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. മലപ്പുറം FC ജോയിൻ ചെയ്ത സമയത്ത് എന്തായിരുന്നു തോന്നിയത്? കാരണം ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്, പല ക്യാരക്ടറിലുള്ളവരാണ്, ഇന്റർനാഷണൽ പ്ലേയേഴ്സ് ആണ്. അപ്പോൾ എന്താണ് തോന്നിയത്? എന്താ തോന്നിയ വെച്ചാൽ സന്തോഷമുണ്ട്. അത്രയും എക്സ്പീരിയൻസ് പ്ലേയേഴ്സിൻ്റെ ഒപ്പം കളിക്കാനും ഒപ്പം കിടന്ന് പരിശീലനം, ട്രാവൽ, എല്ലാ കാര്യങ്ങളിലും സന്തോഷമുണ്ട്. കാരണം അവരിൽ നിന്ന് കുറേ പഠിക്കാൻ യങ് പ്ലേയേഴ്സിന് ഒരുപാടുണ്ട് പഠിക്കാൻ. കിടക്കുന്ന സമയം, ഫുഡ്, എല്ലാ രീതിയിലും. സോ അജയുടെ ഫുട്ബോൾ കരിയറിന് ഇവരൊക്കെ എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്? ഓരോ ദിവസവും പുതിയ പുതിയ ടിപ്സ് ഒക്കെ പറഞ്ഞു തരാറുണ്ടോ? തീർച്ചയായിട്ടും. മലപ്പുറം FC ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ഇന്റർനാഷണൽ പ്ലെയറായ അനസ് എടത്തുലിക അവരെന്നെ നമ്മളെ കെയർ ചെയ്യാറുണ്ട്. കാരണം ഫുഡിന് ഇത് കഴിക്കുമ്പോൾ അത് കഴിക്കരുത്, എന്തൊക്കെ ഫുഡ് കഴിക്കണം, അങ്ങനത്തെ കാര്യങ്ങളിലും പ്രാക്ടീസിലും എല്ലാ കാര്യങ്ങളിലും യങ് പ്ലേയേഴ്സിനെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരാളാണ് അനസ് എടത്തുലിക. അജയ് വളരെ യങ് ആയിട്ടുള്ള ഒരാളാണ്. ഇവിടെ ഇപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഫുട്ബോൾ താല്പര്യമുള്ളവർ കാണും. അങ്ങനെയുള്ള കുട്ടികളോട് അജയ്ക്ക് എന്താണ് പറയാനുള്ളത്? അജയ് സൂപ്പർ ലീഗ് കേരളയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാറൊക്കെ ഉണ്ടോ? പറഞ്ഞു കൊടുക്കാറുണ്ട്. എനിക്കും പറയാനുള്ളത് എന്താ വെച്ചാൽ എൻ്റെ നാട്ടിൽ പറഞ്ഞാൽ ഒരു ഗ്രൗണ്ട് ഇല്ല. പക്ഷെ ഇവിടെ ടാലൻ്റ് ഉള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ എല്ലാവരും 5s 7s എന്നുള്ള രീതിക്കാണ് പോകുന്നത്. എൻ്റെ ചെറിയ അനിയന്മാർ നല്ല കളിക്കുന്ന പിള്ളേരാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഗ്രൗണ്ടില്ല. അവർക്ക് മുന്നോട്ട് പോകേണ്ടത് കളിച്ച് തന്നെ മുന്നോട്ട് പോകണം, കൂടെ പഠിത്തവും വേണം. അതാണ് പറയാറ്. അജയ്, വീട്ടിൽ ആരൊക്കെയാണുള്ളത്? വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചി, ഞാൻ. നിങ്ങൾ 4 പേരാണ്. അപ്പൊ നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ? തീർച്ചയായിട്ടും. ശരി. അജയുടെ വീട് മൊത്തം അജയ്ക്ക് കിട്ടിയ മെഡൽസ് കൊണ്ട് നിറച്ചിരിക്കുകയാണല്ലോ. അതെ അതെ. ഇത് മാത്രല്ല, കുറച്ച് അപ്പുറത്തും ഉണ്ട്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് ഏതാ? ബെസ്റ്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ പ്രീമിയർ ലീഗ് നെക്സ്റ്റ് ജനറേഷൻ കപ്പ് ഇംഗ്ലണ്ടിൽ വെച്ചായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ എക്സ്പീരിയൻസ്? 4 മാച്ചസ് ആയിരുന്നു ടോട്ടൽ. അതിൽ ഫസ്റ്റ് കളി ഞങ്ങൾ എവർട്ടൺ ആയിട്ടും, പിന്നെ ക്രിസ്റ്റൽ പാലസ്, ടോട്ടനം, അഗൈൻ എവർട്ടൺ. 4 മാച്ചും നല്ല ഫൈറ്റിംഗ് മാച്ചായിരുന്നു. കാരണം അത്രയും ടോപ്പ് ടീമുകളാണ് എല്ലാ കാര്യത്തിലും. ഇന്ത്യൻ ഫുട്ബോളും അവിടുത്തെ ഫുട്ബോളും ഒരുപാട് തമ്മിൽ മാറ്റമുണ്ട്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അജയ്, ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ? അച്ഛൻ, അമ്മ, ചേച്ചി. അജയ് സൂപ്പർ ലീഗിൽ കളിക്കുവാണ്. ഫസ്റ്റ് കളിയൊക്കെ കണ്ടായിരുന്നോ? പോയി എങ്ങനെ ഉണ്ടായിരുന്നു? കളി നല്ല ഇതായിരുന്നു. കാരണം ഞാൻ പല സമയങ്ങളിലും നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇത് ഇത്ര വലിയൊരു കളി നേരിട്ട് കണ്ടപ്പോൾ അതിൽ വളരെ സന്തോഷമായി. അതിൽ സ്വന്തം മോൻ കളിക്കുന്ന കണ്ടപ്പോ അതിൽ സന്തോഷമായിരുന്നു. അജയ് കുഞ്ഞുനാളിലെ ഫുട്ബോൾ കളിക്കുന്നതാണ്. അപ്പൊ അജയുടെ ടാലന്റ് തിരിച്ചറിഞ്ഞത് അച്ഛനാണോ? അതെ അതെ, ഞാനും ഇതേപോലെ കളിച്ചിരുന്നൊരു ആളായിരുന്നു. അപ്പോൾ ആ ഒരു കണ്ടിട്ട് എനിക്ക് മനസ്സിലായി ഇവർ കളിക്കാൻ കഴിയുമെന്നുള്ളൊരിത് വന്നിരുന്നു. അപ്പോൾ ഞാൻ ഈ ചെറുതായ സമയത്ത് തന്നെ ബോളിട്ട് കൊടുക്കും.
ഫുട്ബോൾ ഇട്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ കളിച്ചപ്പോൾ ഇവിടെയൊക്കെ അടിച്ചടിച്ച് അങ്ങനെ പന്ത് തട്ടി അങ്ങനെ ഗ്രൗണ്ടില്ലാത്തതിൻ്റെ പേരിൽ വീടുമുറ്റും നമ്മളെ ഈ പറമ്പ് മാത്രമായിരുന്നു ഗ്രൗണ്ട്. അങ്ങനെ വളർത്തിയെടുത്തതാണ്. സ്വാഭാവികമായിട്ടും ഒരു മോൻ ഫുട്ബോൾ കളിക്കുന്നു എന്ന് കാണുമ്പോൾ തന്നെ ആൾക്കാരൊക്കെ പലതരത്തിലുള്ള കമന്റ്സ് പറയുമല്ലോ. പഠിക്കാൻ പറയണം, പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറയണം. അങ്ങനെ എപ്പോഴെങ്കിലും ഒരു ആശങ്ക തോന്നിയിട്ടുണ്ടോ? ഇവൻ ഇനി പഠിക്കില്ല, ഫുട്ബോളിൽ മാത്രമാകും, അങ്ങനെയൊക്കെ എന്തെങ്കിലും? അങ്ങനെയില്ല, പക്ഷെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇവിടെ MSPയിലായിരുമ്പോൾ ഞങ്ങളെ വീട്ടിലല്ല, അവർ അവിടെ തന്നെ ആയിരിക്കും. ഒരു മാസത്തിൽ ഒരു ദിവസമായി വീട്ടിൽ വരാറ്. അപ്പം ഞാൻ ടീച്ചറായിട്ട് സംസാരിക്കുമ്പോഴും കോച്ചായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെ പഠനത്തിൽ ശ്രദ്ധിക്കണം എന്ന് പറയും. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ സമയം. കാരണം കുറഞ്ഞ സമയം പഠിക്കാനുള്ള സമയമുള്ളായിരുന്നു. എങ്കിലും അവർ നല്ല രീതിയിൽ പഠിച്ചിട്ട് കഴിയണം. ആദ്യം നന്നായിട്ട് പഠിച്ചിരുന്നു. ഈ കളി വന്നപ്പോൾ കുറച്ച് കുറഞ്ഞോ, അത് പിന്നെ വേറെ പറയാൻ വയ്യ. അങ്ങനത്തെ ഒരു അവസ്ഥയാണല്ലോ, അവർ സമയമില്ലാത്തതിൻ്റെ പേരിൽ അങ്ങനെ ഒരു ഇത് വന്നതാണ്. അപ്പോൾ ടീച്ചേഴ്സും ഞാൻ PTA അതിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ തന്നെ പറയുന്നത്, ഓനാ കാര്യത്തിൽ ശ്രദ്ധിക്കാറുണ്ട്. കളി മാത്രമല്ല, പഠനം മറ്റേ കൂടെ ഉള്ളവരൊക്കെ ആ രീതിയിലേക്ക് കാണലില്ല. ഇവൻ അങ്ങനെ അല്ല എന്നൊക്കെ പറഞ്ഞത് നമുക്കും തന്നെ ഒരു ഇത് തന്നിരുന്നു. അപ്പോൾ ആ ഇത് ഞാനും അങ്ങോട്ട് കൊടുക്കും. വിളിച്ച് പറയുമ്പോഴൊക്കെ ഇങ്ങനെ പഠിക്കണം, കളി മാത്രം പോരാ, പഠിച്ച് പാസ്സായെങ്കിൽ കളി രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ള ആ ഒരിത് അന്ന് ഞാൻ അതേ ഉപദേശിച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ ഡിഗ്രി പൂർത്തിയാക്കി കംപ്ലീറ്റ് ആക്കി. സ്കൂളിൽ പഠിക്കുമ്പോൾ സമയത്താണ് സ്കൂളിലൊരു അധ്യാപകൻ പറഞ്ഞു, ഇങ്ങനെ നല്ലൊരു ക്യാമ്പുള്ള സ്ഥലങ്ങളിൽ പിന്നെ ഇവനെ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ ഇവൻ നല്ല കളിക്കാരനാവും എന്നുള്ളൊരു സാറ് പറഞ്ഞിരുന്നു. ആ ഒരു ഇതും കൂടെ വന്നു. അങ്ങനെ MSPയിൽ സെലക്ഷൻ വന്നു. ആ സെലക്ഷനിൽ ഇവന് അവിടെ കിട്ടി. അവിടെ നിന്നാണ് ഫുട്ബോളിൻ്റെ പിന്നെ ആരംഭം തുടങ്ങുന്നത്. ശരിക്കുള്ള ഫുട്ബോളിൻ്റെ ആരംഭം. മറ്റുള്ള നമ്മുടെ നാട്ടിൽ പുറങ്ങളിൽ കളിക്കുന്നല്ലാതെ വേറൊരിടേക്ക് പോയിട്ടില്ല. എനിക്കുണ്ടായിരുന്നു ആഗ്രഹം, പക്ഷെ അന്ന് ആരും പ്രോത്സാഹിപ്പിക്കാനില്ലാത്തതിൻ്റെ പേരിൽ അതങ്ങനെ പോയി. ഞാൻ കൂടുതൽ കളിച്ച നാട്ടിൻപുറത്ത് തന്നെ. അന്ന് 5 അടി 2 ഇഞ്ചിൽ കളി വരും. അന്ന് ഞാൻ ഹൈറ്റ് കുറവുകളുണ്ട്, പ്രായം അതിന് പിന്നെ പ്രശസ്തിയില്ല. അപ്പോൾ എല്ലാ സ്ഥലത്തും കളിക്കുക. പിന്നെ നമ്മൾ ഈ നാട്ടിലാണെങ്കിലും പുറത്തെ നാട്ടിലാണെങ്കിലും വന്നിട്ട് എന്നെ കൊണ്ടുപോകുമ്പോൾ 5-2 എന്ന് പറയുമ്പോൾ അതിൽ കളിക്കാൻ പറ്റുന്ന ആളായിരുന്നു. അന്ന് ആ രൂപത്തിലുള്ള കളിയായിരുന്നു. ഇപ്പോൾ ഇന്നത് വലിയ രീതിയിലായി. അന്ന് ഇപ്പോൾ ഈ 11സൊക്കെ നമ്മൾ ആ കാലത്തൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. ഞങ്ങളൊക്കെ കളി കുറേ ഇതായിട്ടാണ് ഈ 11s കളിനെ കാണുന്നതും ഇതാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു നാട്ടിൻപുറത്തൊരു കളിയായിരുന്നു. ആ കളിയിൽ അങ്ങനെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറ്റാത്ത ഒരിത് മോനെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. എനിക്കതിൽ വളരെ അഭിമാനമുണ്ട്. ആ ഒരു ഫീൽഡിൽ തന്നെ ഉയർത്തി കൊണ്ടുവരാൻ കഴിഞ്ഞു. അത് ഇനിയും മുന്നോട്ട് പോകട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അജയുടെ ഫസ്റ്റ് കോച്ച് ആരാണ്? ബിനോയ് C. ജെയിംസ് സർ, MSPയുടെ കോച്ചായിരുന്നു. ബിനോയ് സാർ എത്രത്തോളാണ് അജയ് എന്നൊരു പ്ലെയറിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? കോച്ച് ഞാൻ അവിടെ MSPയിൽ എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാനാണ് ഒരു അക്കാഡമിയിൽ നിന്ന് വരാത്തൊരു പ്ലെയറായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഒരു വാമപ്പ് പോലെ എനിക്ക് ചെയ്യാൻ കഴിയാത്തൊരു സിറ്റുവേഷനാണ് അന്ന് കോച്ച് എന്നെ നോക്കി എന്നെ ചിരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ കോച്ച് അന്ന് എന്നെ നോക്കി ചിരിച്ചെങ്കിലും ഞാൻ അവിടുന്ന് +2 കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എനിക്ക് ഇവിടെ ക്യാപ്റ്റൻ ബാൻഡ് തന്നിട്ടായിരുന്നു. കാരണം അത്രയും എന്നെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട് കോച്ച്. എല്ലാ കാര്യത്തിലും നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. അജയ് എന്ന ഫുട്ബോൾ പ്ലെയറിനേക്കാൾ ഇവിടെ ഇപ്പോൾ ഒരു ലോക്കൽ ഹീറോയാണ്, യങ്സ്റ്റേഴ്സിൻ്റെ ഒക്കെ റോൾ മോഡലാണ്. അജയ് അത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവർക്കൊക്കെ എന്തെങ്കിലും ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഞാൻ തീർച്ചയായിട്ടും ടിപ്സ് മാത്രമല്ല, ഞാൻ അവരെ കൂടെ വർക്ക് ചെയ്യലുണ്ട്. അത് നാട്ടിൽ വരുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ അവരെ വിളിച്ചു കൂട്ടലുണ്ട്. പ്രാക്ടീസൊക്കെ ചെയ്യുമ്പോൾ ഒപ്പം ചെയ്യലുണ്ട്. പിന്നെ അവരോട് ഞാൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ഒരുപാട് ടാലൻ്റുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട്. നാട്ടിൽ എങ്ങനെയാണ്? ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? അതെ. നിങ്ങൾ എല്ലാവരും ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവരാണോ? നിങ്ങൾ എല്ലാവരും എവിടെയാ ഒത്തുകൂടുന്നത്? ഞങ്ങൾ ഒത്തുകൂടുന്നത് ഗ്രൗണ്ടിൽ. പിന്നെ ഞങ്ങളെ ക്ലബ്ബുണ്ട്. ഞങ്ങൾക്ക് എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ. ക്ലബ്ബ് നല്ല സപ്പോർട്ടീവാണ് എല്ലാ കാര്യങ്ങളിലും. ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം തന്നെ അഭിമാനമുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ സൂപ്പർ ലീഗിൻ്റെ ഒക്കെ ഗ്രൗണ്ടിൽ അജയ് കളിക്കുന്ന കാണുമ്പോൾ അതേ മത്സരങ്ങൾ ഈ മഞ്ചേരിയിലെ സ്റ്റേഡിയത്തിൽ നിന്നുകൊണ്ട് കാണാൻ നിൽക്കുമ്പോൾ ഈ മഞ്ചേരിക്കാരൻ അജയ് എന്നുള്ള രീതിയിലുള്ള ആരവങ്ങൾ മുഴക്കുമ്പോൾ ഈ നാട്ടുകാരനായ എൻ്റെ പേരിലും അജയ് നമ്മളുടെയൊക്കെ കൂടെ കളിച്ചും നമ്മളുടെയൊക്കെ അനിയനായിട്ട് കളിച്ചു വളർന്ന അതിൻ്റെ ഒരു സന്തോഷവും അഭിമാനവും ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. തീർച്ചയായിട്ടും വരും കാലത്ത് അജയുടെ ഫുട്ബോൾ കരിയർ ഇതിനേക്കാൾ ശോഭനമായി തീരുന്നുള്ള ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. നിങ്ങളോടൊക്കെ നിങ്ങളെപ്പോലെ തന്നെ
അജയുടെ ആ വളർച്ചയെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരാണ് ഞാൻ. അജയന്റെ ഫ്യൂച്ചർ ഗോൾസ് എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും എല്ലാ ഫുട്ബോൾ പ്ലേയേഴ്സിൻ്റെ ആഗ്രഹമാണ് ഇന്ത്യൻ ടീം കളിക്കുക, ISL പോലുള്ള ടൂർണമെൻറ്റ് കളിക്കുക. തീർച്ചയായിട്ടും അതിനൊക്കെ ഇപ്പോഴേ പരിശ്രമങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതെ അതെ. ഉറപ്പായിട്ടും അജയ്ക്ക് ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കും. അജയുടെ കഴിവിനും ആത്മാർത്ഥതയ്ക്കും ഇനിയും ഒരുപാട് ഉയരങ്ങൾ അജയ്ക്ക് എത്താൻ തന്നെ സാധിക്കും. മാത്രമല്ല സൂപ്പർ ലീഗ് എന്നും അതിനൊരു വഴികാട്ടി തന്നെ ആയിരിക്കും. ഓൾ ദി ബെസ്റ്റ് അജയ്. താങ്ക് യു.